അപ്പോൾ ഈ മഴയുള്ള സമയത്ത് കുട്ടികൾക്ക് പ്രധാനമായിട്ടും വരുന്ന രോഗങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ, മഴക്കാലത്ത് കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന രോഗങ്ങളെ നമുക്ക് പ്രധാനമായിട്ടും 3 കാറ്റഗറി ആയിട്ട് തരംതിരിക്കാം. ഒന്ന്, വായു വഴി പകരുന്ന രോഗങ്ങൾ. രണ്ടാമത്തത് ജലജന്യ രോഗങ്ങൾ. മൂന്നാമതായിട്ട് കൊതുകുകൾ പരത്തുന്ന രോഗങ്ങൾ. ഇതിൽ വായു വഴി പകരുന്ന രോഗങ്ങൾ പ്രധാനമായിട്ടും നമുക്കറിയാവുന്നതുപോലെ തന്നെ വൈറൽ പനി, അപ്പർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ്, ത്രൂട്ട് ഇൻഫെക്ഷൻസ്, ഫെരിഞ്ചൈറ്റിസ്, ടോൺസിലൈറ്റിസ് എന്ന് പറയുന്ന ത്രൂട്ട് ഇൻഫെക്ഷൻസ്, ശ്വാസകോശ രോഗങ്ങൾ, കൂടുതൽ സീരിയസ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസ H1N1, H3N2 എന്ന കാറ്റഗറിയിലുള്ള വൈറസുകൾ ഉൾപ്പെടുന്ന ഇൻഫ്ലുവൻസ രോഗങ്ങൾ, ന്യൂമോണിയ എന്നിവയാണ്. ഈ അന്തരീക്ഷം തണുപ്പുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് അലർജി, ബ്രോങ്കിയൽ ആസ്മ, ബ്രോങ്കിയോലൈറ്റിസ് എന്നിങ്ങനെയുള്ള അസുഖങ്ങളുടെ തോതും വർദ്ധിച്ച് കാണുന്നുണ്ട്. ഇനി ജലജന്യ രോഗങ്ങൾ എടുക്കുകയാണെങ്കിൽ പ്രധാനമായും കോളറ, ടൈഫോയിഡ് പനി, മഞ്ഞപ്പിത്തം ഉണ്ടാക്കുന്ന ഹെപ്പറ്റൈറ്റിസ് എ, ഹെപ്പറ്റൈറ്റിസ് ഇ ഇൻഫെക്ഷൻസ്, മറ്റ് റൂട്ട വൈറസ്, ഇ കോളൈ, ഷിഗല്ല എന്നിങ്ങനെയുള്ള മറ്റ് പല അണുക്കളും ഉണ്ടാക്കുന്ന ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ് വിഭാഗത്തിൽപ്പെടുന്ന വയറിളക്ക രോഗങ്ങൾ ഇവയെല്ലാം കാണാം. ഈ മലിനമായിട്ടുള്ള വെള്ളത്തിൽ, എലി മൂത്രം കലരുന്ന മലിനമായിട്ടുള്ള വെള്ളത്തിൽ കുഞ്ഞുങ്ങൾ കളിക്കുന്നത് മൂലമുണ്ടാകുന്ന എലിപ്പനിയും ഈ ഒരു വിഭാഗത്തിൽ തന്നെ പെടുന്നു. ഇനി മൂന്നാമതായിട്ടുള്ള കാറ്റഗറി കൊതുക് പരത്തുന്ന രോഗങ്ങൾ എടുക്കുകയാണെങ്കിൽ പ്രധാനമായും ഡെങ്കിപ്പനി, ചിക്കൻ ഗുന്യ, ജാപ്പനീസ് എൻസെഫലൈറ്റിസ്, മലേറിയ ഇങ്ങനെയുള്ള രോഗങ്ങളാണ് പ്രധാനമായും മഴക്കാലത്ത് കൂടുതലായി കാണുന്നത്.